ചരിത്രത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ മുന്നേറ്റത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ദ്വിദിന ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈവിധ്യം കൊണ്ടും അവതരണം കൊണ്ടും വേറിട്ട് നിൽക്കുന്ന 105 പ്രദർശന സ്റ്റാളുകളാണ് കൺവെൻഷനിൽ ഒരുക്കിയിരിക്കുന്നത്. വ്യവസായ കേരളത്തിന്റെ കുതിപ്പും അവസരവും നിക്ഷേപ സാധ്യതയും വിളിച്ചോതി ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയിലെ പ്രദർശനം ശ്രദ്ധേയമായി. പരമ്പരാഗത വ്യവസായങ്ങൾ മുതൽ നാളെയുടെ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ നൂതന സ്റ്റാർട്ടപ്പുകളും അഭിമാന സ്തംഭങ്ങളായ വൻകിട വ്യവസായങ്ങൾ വരെ പ്രദർശനത്തിൽ ഉൾപ്പെടുന്നു. ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ദ്വിദിന ഉച്ചകോടിയിൽ 105 പ്രദർശന സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. Let me thank all those who are here for having valuable time out of their busy schedule to be part of this meeting. This shows the interest you have in Kerala's development. Kerala is a state renowned for its natural beauty and has been an attraction for tourists from within the country and abroad. We have a strong indigenous medical system, Ayurveda, which too has attracted people from all over the world. We preserve these natural advantages with the responsibility we owe to the nature and knowledge and venture into sunrise areas in our quest to build a knowledge society. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ നിക്ഷേപക മുന്നേറ്റത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2014-15 9.8% മൊത്ത സംസ്ഥാന മൂല്യവർദ്ധനവിൽ ഉൽപാദന മേഖലയുടെ പങ്ക് 2023-24 11.5% ഉയർന്നു. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ഡാറ്റ പ്രകാരം 2017-18 2023-24 കേരളത്തിലെ തൊഴിൽ 16% വർദ്ധിച്ച് 2023-24 1.51 കോടിയിലെത്തിയത് അഭിമാനാർഹമായ പുരോഗതിയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. This is a culmination of 48 preparatory programs and a milestone of a journey from the year 2016. The government which had assumed the office in 2016 has taken several groundbreaking legislative and executive steps to simplify the procedure for establishing and running an industry in this field. And this government, the present government, is a continuation of that government under the leadership of the same Chief Minister Peter Raivati. This continuity has created confidence not only among the investor community, the society as a whole. The government has taken several steps to simplify this process. This process is working on the foundation laid by the previous government. കേരളത്തെ നിക്ഷേപക സ്വർഗമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി രാജീവ് പറഞ്ഞു. ഇന്റർനെറ്റ് കണക്ഷൻ അടിസ്ഥാനമാക്കി മാറ്റിയ ലോകത്തിലെ തന്നെ ആദ്യ സ്ഥലമാണ് കേരളം. 87% കേരളത്തിന്റെ ഇന്റർനെറ്റ് ലഭ്യത. മൊബൈൽ ഉപയോഗത്തിൽ ഇത് 124%. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് നിക്ഷേപക രംഗത്തെ നാഴികക്കല്ലാകുമെന്നും മന്ത്രി രാജീവ് പറഞ്ഞു. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനിൽ സന്ദേശം നൽകി. കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ, കേന്ദ്ര നൈപുണ്യ വികസന വകുപ്പ് മന്ത്രി ജയന്ത് ചൌധരി, UAE സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തുക് അൽമാരി, ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ അദിൽ ഫഖ്രു, സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്, സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ MA യൂസഫലി, ITC ലിമിറ്റഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സഞ്ജീവ് പുരി, അദാനി പോർട്ട് ആൻഡ് സെസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എറണാകുളം.